ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹമൽ ഖിൻസിരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ത്? മൈത്തത്ത, ചത്തുപോയ സാധനങ്ങൾ, ചത്തുപോയ ജീവികൾ നിങ്ങൾക്ക് തിന്നാൻ പാടില്ല. വദ്ദമ, രക്തം, അത് കട്ടയായിട്ടോ അല്ലാതെയോ നിങ്ങൾ ഭക്ഷണമായി കഴിക്കാൻ പാടില്ല. ലഹമൽ ഖിൻസീർ, പന്നി മാംസം നിങ്ങൾ തിന്നാൻ പാടില്ല. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥത് നിങ്ങൾ തിന്നാൻ പാടില്ല. ഇതിനകത്ത് ബാക്കിയൊന്നും ഞാൻ പരിശോധിക്കുന്നില്ല, പന്നി മാംസത്തെ കുറിച്ച് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. ഇപ്പോൾ പന്നി മാംസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പന്നി മാംസം കഴിച്ചാൽ അതൊരു ഹറാമേ ആവുള്ളൂ, ഒരു ഹറാമേ ആകുള്ളൂ. ഹറാമേ ആകുള്ളൂ എന്ന് മാത്രമല്ല, ആ ആയത്തിന്റെ അവസാനത്തിലെല്ലാം അള്ളാഹ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ നിരോധിച്ച വസ്തുക്കളുണ്ടല്ലോ, നിർബന്ധിതാവസ്ഥയിൽ നിയമലംഘനം ഉദ്ദേശിക്കാതെ കഴിച്ചാൽ അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു വരും, അവർ കുറ്റവാളികളല്ല. പന്നി മാംസം ഒരാൾ വിശപ്പിന്റെ പേരിൽ നിർബന്ധിതമായി അതൽപ്പം കഴിച്ചു ജീവൻ നിലനിർത്താൻ, അയാൾ കുറ്റവാളിയല്ല. നിയമം ലംഘിക്കണമെന്ന ഉദ്ദേശം ഉണ്ടാകാതിരുന്നാൽ മതി എന്ന് അള്ളാഹ് അവിടെയൊക്കെ പറയുന്നുണ്ട്, എല്ലായിടത്തും പറയുന്നുണ്ട്. എൻ്റെ മുമ്പിൽ എത്രയോ ആളുകൾ ഇരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് വന്നാൽ പോലും ഒരു മുസ്ലിം പന്നിമാംസം കഴിക്കുമോ? കഴിക്കില്ല, കഴിക്കില്ല. അള്ളാഹ് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, കൽപ്പനയല്ല. നിർബന്ധിതമായി ജീവൻ രക്ഷിക്കണം, വേറെ ഒരു മാംസവും ഇല്ല, പന്നിമാംസേ കിട്ടുള്ളൂ. അത് കഴിച്ചു നിങ്ങൾ, അതിൻ്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടില്ല, നിങ്ങൾ കുറ്റവാളികളല്ല. പക്ഷെ എന്നിട്ടും ജീവിതത്തിൽ ജീവൻ പോകുമെന്ന് കണ്ടാൽ പോലും നമ്മൾ പന്നിമാംസം കഴിക്കോ? കഴിക്കില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണത്. ആ കൽപ്പനയോട് നമ്മൾ കാണിക്കുന്ന ജാഗ്രത എത്രമാത്രം വലുതാണ്. അതേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വാതു നിസാ സദുഖാതിഹിന്ന നിഹല, നീ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ മാന്യമായ മഹർ കൊടുത്തു വേണം നീ കല്യാണം കഴിക്കാൻ. അള്ളാഹു ഒരു സ്ഥലത്തല്ല പറഞ്ഞത്, പന്നിമാംസം കഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ഇരട്ടി സ്ഥലത്തല്ല പറഞ്ഞിട്ടുണ്ട്. നീ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ നീ മഹർ അങ്ങോട്ട് കൊടുത്തു വേണം കല്യാണം കഴിക്കാൻ. ഈ കൽപ്പനയെ അട്ടിമറിക്കുന്ന രൂപത്തിൽ സ്ത്രീധനം കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്നതിന് നമുക്കൊരു മനക്കുത്തുമില്ല. അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ നമ്മൾ സ്വീകരിക്കുന്നു, മറ്റേ നിയമത്തെ നമ്മൾ അട്ടിമറിക്കുന്നു, വളരെ ബുദ്ധിപൂർവ്വം അട്ടിമറിക്കുന്നു. ഇതാ മുസ്ലിം സമൂഹം ചെയ്യുന്നത്. മുൻപ് കിതാബ് കൊടുത്ത ആളുകളും ചെയ്തത് ഇതൊക്കെ തന്നെയാണ്.